നമ്മുടെ വിരൽത്തുമ്പിലറിയാം ഡിജിറ്റൽ ടേസ്റ്റ്. ഭക്ഷണം വായിൽ വെച്ച് നാവിലൂടെ രുചി അറിയുന്നത് പോലെ ഡിജിറ്റൽ മീഡിയയിലൂടെ പലതരം ആപ്പുകൾ വഴി നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ ഈ ആപ്പുകൾ തിരിച്ചറിയുകയും സേവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ ടേസ്റ്റ് ഈ ആപ്പുകൾ തിരിച്ചറിയുന്നു. നിങ്ങൾക്കെന്താ സംശയമുണ്ടോ? നമ്മൾ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ റീൽസ് നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് തോണ്ടി വിടുമ്പോൾ അതേ പാറ്റേണിലുള്ള വീഡിയോസും റീൽസും ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ഇത് വീണ്ടും കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാക്കുന്ന തരത്തിൽ ഒരു ബ്രെയിൻ പാത്ത് നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിലാണ് നമ്മുടെ വൈകാരികമായ വീക്ക്നെസ്സിനെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് കമ്പനികൾ പലതരത്തിലുള്ള ആപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇത് സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഗൗരവകരമായ ഒരു കാര്യം. പഴയ തലമുറ ഇത് ശീലിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാൽ പുതിയ തലമുറയോ ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ അതിപ്രസരത്തിലേക്കാണ് ജനിച്ച് വീഴുന്നത് തന്നെ. 2026 ടെക്നോളജിയുടെ ഒരു വിസ്ഫോടനം തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. എല്ലാം നല്ലതാണ്. വേണ്ടത്ര പരിശീലനവും നിയന്ത്രണവും ഇല്ലാത്തിടത്താണ് കാര്യങ്ങൾ നാശത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത്ര ഗൗരവമായി എടുക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്തിന് എങ്ങനെയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫുഡ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ദഹന വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നത് പോലെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു നിശ്ചിത സമയം ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കാതെ മാറ്റിവെക്കുക. അതാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് വഴി ശാരീരികവും മാനസികവുമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആങ്സൈറ്റി, സ്ട്രെസ്സ്, മെൻ്റൽ ഓവർലോഡ്, ശ്രദ്ധക്കുറവ്, ഉറക്കമില്ലായ്മ, വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം? നമുക്കറിയാമല്ലോ, ലോകത്തുള്ള എല്ലാ വിവരങ്ങളും എൻ്റർടൈൻമെൻറ്റും ഒന്നും നമുക്ക് ആവശ്യമില്ല. ബുദ്ധിപരവും വിവേകപൂർണമായിട്ട് തിരഞ്ഞെടുപ്പ്, അതാണ് ഉദ്ദേശം. ഫാസ്റ്റിംഗ് പലതരത്തിലുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തേത് അവേർലി ഫാസ്റ്റിംഗ് എന്ന് പറയും. അതായത് 1-2 മണിക്കൂർ നമ്മൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഒന്നും ഉപയോഗിക്കാതെ മാറ്റിവെക്കുന്ന സമയം. രണ്ടാമത്തേത് നൈറ്റ് ഫാസ്റ്റ്. നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയക്രമീകരണം അനുസരിച്ച് ഉറങ്ങാൻ പോകുന്നതിന് 1-2 മണിക്കൂർ മുമ്പായിട്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റ് മാറ്റിവെക്കുക. ഇനി മൂന്നാമത്തേത് വീക്കെൻഡ് ഫാസ്റ്റിംഗ്. ആഴ്ചയിൽ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ മാറ്റിവെക്കുക. നാലാമത്തേത് ആപ്പ് ഫാസ്റ്റിംഗ്. നമ്മൾ പലതരം ആപ്പുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ. നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് മുതലായവ ഒരു നിശ്ചിത സമയത്തേക്ക് ഉപയോഗിക്കാതെ മാറ്റിവെക്കുക. അഡിക്ഷനിലേക്ക് പോവാതിരിക്കാനും അഡിക്ഷൻ ആയിട്ടുള്ളവർക്ക് സാവധാനം അതിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ടി ഈ മാർഗങ്ങൾ സഹായിക്കും. ഇനി ഡിജിറ്റൽ ഫാസ്റ്റിംഗ് വെറുതെ എടുത്താൽ മാത്രം പോരാ, ഗുണകരമായ ചില കാര്യങ്ങളിലേക്ക് അത് വഴിതിരിച്ചു വിട്ടാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കൂ. ഉദാഹരണമായിട്ട് വായന, വ്യായാമം, പ്രാർത്ഥന, മെഡിറ്റേഷൻ ഇവയ്ക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. ആശയവിനിമയം കുടുംബങ്ങളിൽ കുറഞ്ഞു വരികയാണല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം സ്നേഹ സംഭാഷണങ്ങൾക്കായിട്ട് മാറ്റുകയും കുടുംബങ്ങളിൽ നല്ല ബന്ധം നിലനിർത്തുകയും ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. വേണമെന്ന് വെച്ചാൽ ചക്ക വേലിലും കായ്ക്കും, അല്ലേ? തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. നല്ല തീരുമാനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വിട്ടുതരുന്നു. താങ്ക് യു.